സത്യം. ചെക്കന്റെ സ്വഭാവം വെച്ച് നോക്കിയാ പെണ്ണിനേക്കാൾ മാച്ച് പെണ്ണിന്റെ തള്ളക്കാണെന്നാ തോന്നുന്നു. ഓ എനിക്ക് അങ്ങനെ അകമ്പാവം ഒന്നുമില്ല. പെണ്ണ് ഏതായാലും ശ്രീധരൻ നന്നായാ മതി. എന്നാ പിന്നെ നേരം കളയണ്ട, പെണ്ണിനെ വിളിക്കാം. മോളെ ഐല, മോളെ ലൈല. പെണ്ണെങ്ങനെയുണ്ട്? ഞാൻ എന്റെ സ്വപ്നത്തിൽ കാണാറുള്ള അതേ മുഖം, അതേ പൊക്കം, അതേ വണ്ണം. അപ്പൊ ഈ എന്താണ് കയ്യിൽ ടേപ്പും വെച്ചുകൊണ്ടാണ് കിടന്നുറങ്ങണത്? സ്വപ്നത്തിൽ ഓളുടെ അളവെടുക്കാൻ അനക്ക് പൊണ്ണിനെ പിടിച്ചോന്നോ? മണവാട്ടിലയില ഇവൾ അടിപൊളി സ്റ്റൈല, പണ്ട് ഇതിനേക്കാൾ ഫിഗറാ, അത് നിനക്കങ്ങനെ അറിയാം. ഇവളെന്റെ പഴയൊരു ലൈനാടാ. അത് ഇവരിട്ട് കൊടുത്തത് നിങ്ങൾ പഴയ കഥകളൊന്നും കുത്തി പൊക്കണ്ട. കല്യാണത്തിന് മുമ്പ് പ്രേമിക്കാത്ത ആരെങ്കിലും ഉണ്ടാ? ഉദാഹരണത്തിന് ലൈല, മജ്നു, ലക്ഷ്മികാന്ത്, പാരലാല്, കല്യാൺജി, ആനന്ദ്ജി. എന്തിന്? മല്ലനും മാധവനും, ഈനാമ്പിച്ചിയും വരപ്പെട്ടിയും. ഇവനെന്റെ കമ്മീഷൻ കളഞ്ഞേ കിടങ്ങു. ഉമ്മ 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 ചോദിച്ചാൽ അടിമേടിക്കും. അതല്ല, പെണ്ണിന്റെ ഉമ്മ വരണം. കയ്യിൽ ഒരുപാട് ഈറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ, എന്താണ് ഐറ്റംസ്? പ്ലാവിൽ കാക്കകൾ മൊത്തം കൊത്തി വലിച്ചൊരു ചക്കയെടുത്ത് ശർക്കര തെച്ചു ഉരുട്ടി അടയുണ്ട്. തിന്നട മോനെ എന്മരു മോനെ, രോഗം വന്നു മരിച്ചൊരു കാട് കോഴിയുടെ മുട്ട പൊരിച്ചത് വെട്ടി വിഴുങ്ങട ചക്കര മരുമോനെ. പ്ലാവിൽ കാക്കകൾ മൊത്തം കൊത്തി വലിച്ചൊരു ചക്കയെടുത്ത് ശർക്കര തെച്ചു ഉരുട്ടി അടയുണ്ട്. തിന്നട മോനെ എന്മരു മോനെ, രോഗം വന്നു മരിച്ചൊരു കാട് കോഴിയുടെ മുട്ട പൊരിച്ചത് വെട്ടി വിഴുങ്ങട ചക്കര മരുമോനെ. തീറ്റയുടെയും കുടിയുടെയും കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടാ? എന്റെ കമ്മീഷന്റെ കാര്യം വല്ല നടക്കുന്ന കാര്യം ചോദിക്കും. എന്നാ ഞാൻ ചോദിക്കട്ടെ. ഞാൻ കെട്ടാനായി പോണ പെണ്ണെ ബീരാന്റെ പൊന്നുമോളെ, പെണ്ണെ നീ എത്ര പഠിച്ചു? 6-7 ക്ലാസുകളിൽ 7 കൊല്ലം വീതം സ്ഥിരമായി തോറ്റു പഠിച്ചു. ഹൈലി ക്വാളിഫൈഡ്. എന്നെ കെട്ടാനായി വന്ന ചെക്ക എന്നോട് ചൊല്ല ചെക്ക, സ്കൂളിൽ താൻ ഇത്ര പഠിച്ചു. ഞാൻ 3 ജയിച്ച നേരം 3 കണ്ടുമുട്ടി, അന്നോടെ പഠിപ്പ് നിർത്തി. ഹായ് ഹായ് ഹായ്. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും കട്ടക്ക് നിൽക്കണേണ്. ഇനി എന്താ മോൻ അറിയേണ്ടത്? എനിക്ക് പെണ്ണിന്റെ വയസ്സറിയണം. മധുര 17. അല്ല ഇക്ക, 3-4 കൊല്ലം മുമ്പ് ഞാൻ ചോദിച്ചപ്പോഴും പെണ്ണിന് വയസ്സ് 17 എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ, ഞങ്ങൾ കുടുംബക്കാരാ. ഒരു ബാക്ക് പറഞ്ഞ ബാക്ക, അത് പിന്നെ മാറ്റി പറയൂല. ഇനി എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? ചെക്കന് സ്ത്രീധനായിട്ട് എന്ത് തരും? എന്ത് തരുവെന്നോ? ചക്കച്ചലാസ് ഫംഗസ് ഓയിൽ നൽകുന്ന 1 കിലോ കറച്ച വെളിച്ചെണ്ണ, മൊത്തമൂട്ട് ബാങ്കേഴ്സ് നൽകുന്ന വലിയൊരു വണ്ടിച്ചെക്ക്, ചറബറ സീക്രട്ട് റൈസ് നൽകുന്ന 5 കിലോ പുഴുത്ത അരി, കൂടാതെ എന്റെ അമ്മായി അമ്മ ഉപയോഗിച്ചിരുന്ന ബാർ സോപ്പിന്റെ ഒരു കഷ്ണം. അപ്പൊ സ്ത്രീധനത്തിന്റെ കാര്യം മിസ്കായി. ശരിയായെന്ന്. എന്നാ പിന്നെ സമയം കളയണോ? ഉടൻ തന്നെ കല്യാണം നടത്തിക്കൂടെ? അതെ, പെണ്ണിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്, ചെക്കന്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്. എനിക്കാണെങ്കിൽ പോയിട്ട് ധൃതിയുണ്ട്. എന്നാ പിന്നെ നേരം കളയണ്ട, നിക്കാഹ് നടക്കട്ടെ. മമ്മദേ, മൊല്ലാക്കാനെ വിളിക്കാൻ ആള് പോകണ്ട, ബിരിയാണി വെച്ചാ മതി. മണം പിടിച്ച മൊല്ലാക്ക ഇവിടെ പാഞ്ഞെത്തിക്കോളും. അല്ലാ, ബിരിയെന്ന് പറഞ്ഞോളൂ. കാലുമാണിയുള്ള മൊല്ലാക്ക വന്ന് ഒപ്പന പാടി സ്വീകരിക്കണ മൊല്ലാക്കന. കാറിന്റെ കളറുള്ള മൊല്ലാക്ക, മുട്ടനാടിന്റെ മുഖമുള്ള മൊല്ലാക്ക, ഓസിന് കിട്ടിയാൽ ആസിഡും ജ്യൂസ് പോലെ മോന്തണ മൊല്ലാക്ക. കാറിന്റെ കളറുള്ള മൊല്ലാക്ക, മുട്ടനാടിന്റെ മുഖമുള്ള മൊല്ലാക്ക, ഓസിന് കിട്ടിയാൽ ആസിഡും ജ്യൂസ് പോലെ മോന്തണ മൊല്ലാക്ക. മതി മതി മതി, പുകത്തിയത് മതി, നിർത്ത്. വയർ നിറഞ്ഞ് സംതൃപ്തിയായി. എന്റെ ആമിന, എന്റെ മുല്ലു. ആമിന, എന്താ ഇത്? നമ്മൾ ഒരു നിമിഷം
പഴയ ഓർമ്മകൾ അയവിറക്കിയതാ. തൽക്കാലം ആ അയവുമല്ലാക്കെ ഇവിടെ ഇറക്കണ്ട. പടച്ചോനെ, നമ്മുടെ പെണ്ണുമ്പിള്ളനെ കാണുമ്പോഴാണല്ലോ ഈ നാട്ടിലെ സകല ആണുങ്ങളും അയവിറക്കണത്. ഈ നാട്ടിലേക്ക് കഴിഞ്ഞിക്ക ഇപ്പൊ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പോട്ടെ, എന്താ ഇവിടെ ഒരു ബിരിയാണിയുടെ മണം? ബിരിയാണിയുടെ മണോ? ഓർക്കാപ്പുറത്തൊരു നിക്കാഹ്, അതിനൊരു സത്യയൊരുക്കിയതാ, അതിനായി മൊല്ലാക്കാനെ സ്മെല്ല് വരുത്തിയതാ. ഓർക്കാപ്പുറത്തൊരു നിക്കാഹ്. പടച്ചോനെ, എങ്കിൽ നേരം കളയണ്ട. അൽ നിക്കാഹ്. ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങളെ ചതിക്കല്ലേ. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളെ ചതിക്കല്ലേ. ഞങ്ങൾ പറയുന്ന കേൾക്ക്. ഇവർക്ക് ആരാ മാമ? ഞങ്ങൾ ആരാണെന്നോ? ഞങ്ങൾ ആരാണെന്ന് തനിക്ക് അറിയില്ലല്ലേ? ഈ മനുഷ്യൻ പണ്ടാരക്കാലൻ പെണ്ണിന് കൊടുക്കണ കല്യാണ വീരനിവൻ. ഈ മനുഷ്യൻ പണ്ടാരക്കാലൻ പെണ്ണിന് കൊടുക്കണ കല്യാണ വീരനിവൻ. വിശ്വസിക്കരുത്. പണ്ട് എന്നെ കെട്ടി ഇവളെ കെട്ടി അവളെ കെട്ടി പൊടി തട്ടിപ്പോയി. നമുക്ക് എന്തോ നിനാടി നിങ്ങളെന്റെ കല്യാണം മുട്ടക്കണ്ണത്. ഞാൻ നിങ്ങളെ ഡൈവോഴ്സ് ചെയ്താൽ തീരുന്നൊരു നിസ്സാര പ്രശ്നമല്ലേ. അതുകൊണ്ട് ഞാൻ ഒന്നും ചൊല്ലി, രണ്ടും ചൊല്ലി, മൂന്നും ചൊല്ലി, മൊഴിയും ചൊല്ലി പോ. ഇതുപോലൊരു തെണ്ടിപ്പോക്കിരി മക്കിരി ബീക്കിരി ചക്കന് നമ്മുടെ ലൈലാനെ വിട്ടുകൊടുക്കണ്ട. പല നാട്ടില് പെണ്ണും കെട്ടി കൊച്ചുണ്ടാക്കി മുങ്ങിയ പോന്നരി ലൈലാനെ വിട്ടുകൊടുക്കണ്ട. ഇതും പറഞ്ഞിട്ട് തലകെട്ടും കെട്ടി ഉടക്കണ്ടോ? ഓ എന്നാ ഓ ഇതും പറഞ്ഞിട്ട് തലകെട്ടും കെട്ടി ഉടക്കിയെടുത്തിട്ട് നിലത്തിട്ട് ചവിട്ടി ചമരിക്കും. കരിമ്പ് പോലൊരു കിളുന്ന് പെണ്ണിനെ കെട്ടാൻ ഒരുങ്ങി ഇറങ്ങിയ കൊരങ്ങേ, മെലിഞ്ഞു കൊരഞ്ഞ പരട്ട മൂന്നനെ കൊണ്ട് ജീവന് കൊതിയുടെ വീട്ടിൽ പോകണം. വേണ്ട, ഇവൻ എത്ര കെട്ടിയാലും നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ മോള് ലൈലാന് നമ്മ ഇവനക്ക് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കും. മാമ, സ്വന്തം മോളെ കെട്ടിത്തരുമ്പോ ആരെങ്കിലും മാമ തുളിക്കോടാ. മാമാന്ന കോമാന്ന എന്ത് വേണമെങ്കിലും വിളിക്ക്. പക്ഷെ ഞമ്മക്ക് ബിരിയാണി തിന്നാൻ നേരം. അൽ നിക്കാഹ്. ഈ കല്യാണം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. എങ്കിൽ വേണ്ട നിക്കാഹ്. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നമ്മളിത് നടത്താം നിക്കാഹ്. ഈ നിക്കാഹ് നടത്തിയ മുല്ലാക്കാണ് ഞങ്ങൾ തട്ടും. ഒന്ന് പോടാപ്പാ. അവിടെ ഇരി മുല്ലാക്ക. നിക്കാഹ്. എഴുന്നേറ്റ് നിൽക്കണോ? നിക്കാഹ്. അതെ ബീരാന്, എനിക്ക് വേറൊരു സമൂഹ നിക്കാഹ് ഉണ്ട്. ഞാൻ അതിന് പോയിട്ട് വരാം. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങേണ്. ഈ നിക്കാഹ് കഴിഞ്ഞിട്ട് വേറെ നിക്കാഹയ്ക്ക് പോയാ മതി. നീ ഈ പെണ്ണിനെ കെട്ടിയാൽ നിന്നെ ഞങ്ങൾ തട്ടും. നിർത്തടാ. ഞാൻ ഈ പെണ്ണിനെ കെട്ടുന്നതിന് പെണ്ണിനും പെണ്ണിന്റെ ബാപ്പാക്കും ഉമ്മാക്കും ഈ നാട്ടുകാർക്കും ആർക്കും എതിർപ്പില്ല. പിന്നെ നിങ്ങൾ ഈ മൂന്നാല് ചെറ്റകൾക്ക് മാത്രം എന്താ എതിർപ്പ്? അതേ മോനെ, ലൈലാക്ക് എന്ത് നല്ല ആലോചന വന്നാലും ഇവന്മാര് മൂന്നാല് പേര് അതിന് ഉടക്കി വെക്കും. വെറും വൃത്തികെട്ടവന്മാരാവിന്. ഏതാ ഈ വൃത്തികെട്ടവന്മാര്? നീ കെട്ടാൻ പോണ പെണ്ണില്ലേ എന്റെ മോള് ലൈല, അവളുടെ ആംഗ്ലമാരാണോ? അല്ല, ഭർത്താക്കന്മാരാണ്. ഇപ്പോഴാണ് ആ വിളിക്കൊരർത്ഥം ഉണ്ടായത്. അപ്പൊ ഈ നിക്കാഹ് തൽക്കാലം നിർത്താ. അയ്യോ, പൗലോസുകാരെത്തി. പൗലോസുകാരല്ല, പോലീസുകാര്. പിയോ ലൗലീസി. ഇംഗ്ലീഷ് പറഞ്ഞൂടാ പടക്ക്. പടച്ചോനെ, ഇവരെന്താ ഇവിടെ? സാധാരണ സിനിമയുടെ അവസാനമാണ് പോലീസുകാര് വരണത്. ഇപ്പൊ നിക്കാഹിന്റെ അവസാനമുള്ള പോലീസ്. എന്താ ഇവിടത്തെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞില്ല, കലങ്ങി. ഒപ്പനയോ? ഒപ്പിച്ചു, ഫിനിഷ് ചെയ്തില്ല. അത് ഞാൻ ഫിനിഷ് ചെയ്തോളാം. ചെക്കന് ബൊക്കോട്. പൊക്കിയെടുക്കാനാ? ബൊക്ക കൊറ. അപ്പൊ എല്ലാം ചെറുക്കനെ ഇറക്കാൻ പോണ്. റെഡി, 1 2 3. എല്ലാരും സമ്മതം തന്നാട്ടെ, പുതുമാരനെ കൊണ്ട് ഞാൻ പോയിക്കോട്ടെ.